നമസ്കാരം. കടുത്ത ചൂടിലും കനത്ത പോരാട്ടത്തിലാണ് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ. മീനച്ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ പ്രചരണ ചൂടിനും ഒട്ടും ശമനമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാണാം പീപ്പിൾ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കച്ചൂടിലാദ്യം തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വാശിയേറിയ പ്രചരണ ചൂടിലാണ് തിരുവനന്തപുരം മണ്ഡലം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് മൂന്ന് മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്നും ഷീജയുടെ റിപ്പോർട്ടിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതിൽ വാശിയേറിയ പ്രചാരണമാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സി ദിവാകരൻ, അദ്ദേഹം നമുക്കറിയാം പ്രചാരണത്തിൽ അദ്ദേഹം വളരെ അധികം തന്നെ മുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ LDF പൂർത്തിയാക്കിയതുകൊണ്ട് ആ രീതിയിൽ മികവുറ്റ ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു മേൽക്കൈ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രത്യേകിച്ചും LDF നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് LDFന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടായി കൈമൈ മറന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നിലവിലിപ്പോൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്രധാനമായും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സി ദിവാകരൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ MP എന്ത് വികസനമാണ് ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന തനിക്ക് ഇവിടുത്തെ തിരുവനന്തപുരം നിവാസികളുടെ ഒരു വികാരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടത്തുക എന്നൊരു പ്രത്യാശ തന്നെയാണ് സി ദിവാകരൻ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരും, കാരണം അവർ പ്രചാരണ രംഗത്ത് പിന്നോട്ട് പോയിരുന്നു. കാരണം നമുക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശശി തരൂരാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് അവരുടെ പ്രചാരണ രംഗത്ത് വലിയൊരു തിരിച്ചടിയായിരുന്നു. പക്ഷേ ഇത് ഏത് രീതിയിലും മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമത്തിൽ തന്നെയാണ് UDF എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അത് ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇവിടെ BJPയുടെ സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് തന്നെ നടത്തണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രചാരണ രംഗത്ത് ഏറെ പിന്നിലാണ് BJP എന്നുള്ളത് തന്നെയാണ് നിലവിൽ മണ്ഡലത്തിൽ നിന്നുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതായാലും ഈ രീതിയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം വേദിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നിലവിൽ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. UDF ഭരണകാലത്ത് കശുവണ്ടി മേഖലയെ തകർത്തവർ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നുണപ്രചരണം നടത്തി വോട്ടഭ്യർത്ഥിച്ചെത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബാലഗോപാൽ പറഞ്ഞു. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും കശുവണ്ടി തൊഴിലാളികളെ കണ്ടു തന്നെയാണ് ഇന്ന് വോട്ടഭ്യർത്ഥിച്ചത്. എന്നാൽ BJP സ്ഥാനാർത്ഥി KB സാബു ഇതുവരെ സ്വീകരണ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല. കൊല്ലത്തു നിന്നും രാജ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് ചാത്തന്നൂർ മണ്ഡലത്തിൽ രാവിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനത്തിലാണ്. ഇതിൽ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം വികസനം, കേരള സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഓരോ കാര്യങ്ങളുള്ള നിലപാടുകൾ, മതനിരപേക്ഷ നിലപാടുകൾ, ഇത് ഓരോന്നും ചൂണ്ടിക്കാട്ടി സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് ഇന്ന് പ്രചരണം നടത്തി. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KB സാബു അദ്ദേഹം ഇന്ന് വ്യക്തികളെ കാണുകയും ചില സ്ഥലങ്ങളിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ചില സ്ഥലങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാകുമ്പോൾ മികച്ച വിജയപ്രതീക്ഷയിലാണ് വീണ ജോർജിന്റെ പത്രികാ സമർപ്പണം നാളെ നടക്കും. അതേസമയം ശബരിമലയിൽ ചിത്തിരാട്ട വിശേഷ പൂജയ്ക്കിടയിൽ തൃശൂർ സ്വദേശിനിയെ ആക്രമിച്ച കേസിൽ കോഴിക്കോട് NDA സ്ഥാനാർത്ഥി KT പ്രകാശ് ബാബുവിനെ റാന്നി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ നിന്ന് ഗീവർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്.
പത്തനംതിട്ടയിൽ 36 ഡിഗ്രിയിലധികമാണ് ചൂടെങ്കിലും പ്രചാരണ ചൂടിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. ഇന്ന് വീണ ജോർജിന്റെ പര്യടനം ഇന്ന് തിരുവല്ലയിലായിരുന്നു. തിരുവല്ല വിവിധ ഭാഗങ്ങളിൽ വീണ ജോർജ് പര്യടനം നടത്തി. തിരുവല്ല കുന്നനാനം പഞ്ചായത്തിലാണ് പര്യടനം അവസാനിച്ചത്. മികച്ച സ്വീകാര്യത തന്നെ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വീണ ജോർജിന്റെ പത്രികാ സമർപ്പണം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പത്തനംതിട്ട ജില്ലാ കളക്ടർ മുമ്പാകെയാണ് വീണ ജോർജ് പത്രിക സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കന്മാരടക്കം മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് തന്നെ അണികളിൽ ആവേശം ജനിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. മണ്ഡലത്തിലെ ഇടതുമുന്നണി ഏറെ മുന്നിലാണ്, മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ആദ്യഘട്ട പര്യടനം പൂർത്തിയാവുന്നു. അതോടൊപ്പം തന്നെ മികച്ച സ്വീകാര്യത ലഭിക്കുന്നു. ആദ്യമായി ഒരു സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം നടത്തുന്നു. കൂടാതെ ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇത് തന്നെ ഇടതുമുന്നണി മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി പര്യടനത്തിൽ സജീവമായിട്ടുണ്ട്. ഇന്ന് കറുകച്ചാലിലായിരുന്നു ആന്റോ ആന്റണി പര്യടനം. തുടർന്ന് വൈകുന്നേരം കറുകച്ചാലിൽ വെച്ച് ആന്റോ ആന്റണിയുടെ മണ്ഡല കൺവെൻഷനും ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ ഇന്ന് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. കൂടാതെ ജില്ലയിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ശബരിമലയിൽ ചിത്രാട്ട വിശേഷ പൂജയ്ക്കിടയിൽ 51 വയസ്സുകാരിയായ ലളിതാരവി എന്ന സ്ത്രീ ആക്രമിച്ച സംഭവത്തിൽ കോഴിക്കോട് NDA സ്ഥാനാർത്ഥിയായ പ്രകാശ് ബാബുവിനെ റാന്നി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗൂഢാലോചന, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് KD പ്രകാശ് ബാബുവിനെ റാന്നി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ പത്തനംതിട്ട കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് നാളെ മാത്രമേ വ്യക്തമാവൂ. ലക്ഷ്യം കണ്ടുള്ള ഓട്ടപ്പാച്ചിലിൽ സ്ഥാനാർത്ഥികളും അണികളും ഒന്നോർക്കണം. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പിണങ്ങി നിന്ന KV തോമസ് ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ തിരിച്ചെത്തിയെന്നുള്ളതാണ് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആവേശജലമായ സ്വീകരണമാണ് KV തോമസിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകിയത്. തനിക്ക് സീറ്റ് നിശ്ചയിച്ചത് താൻ മാധ്യമങ്ങളുടെ അറിഞ്ഞാണ് വേദന ഉണ്ടാക്കിയതെന്നും താൻ എന്നും ജീവിതാവസാനം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും KV തോമസ് വ്യക്തമാക്കി. അതേസമയം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനെതിരെ മത്സരരംഗത്ത് സരിത എസ് നായർ എത്തി. സരിത എസ് നായർ ഇന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏതാനും ദിവസങ്ങൾ പ്രവർത്തകരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ KV തോമസ് ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഡൽഹിയിൽ വെച്ച് പൊട്ടിത്തെറിച്ച് സംസാരിച്ച KV തോമസ് ഇന്ന് പക്ഷേ വളരെ കരുതലോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് സീറ്റില്ല എന്ന കാര്യം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിന്റെ വേദനയാണ് അന്ന് കടുത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇടയാക്കിയത് എന്ന് മാഷ് ഇന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. പിന്നീട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ തന്റെ പിണക്കമെല്ലാം മാറി എന്നും KV തോമസ് വിശദീകരിക്കുകയുണ്ടായി. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് മാറാൻ തയ്യാറായിരുന്നു, നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത്. അതിലുള്ള വേദന മാത്രം ഞാൻ പറഞ്ഞു. ഒരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ നിന്നും പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം KV തോമസ് നേരെ പോയത് എറണാകുളത്തെ UDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്കായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനുമായി KV തോമസ് കൂടിക്കാഴ്ച നടത്തി. നേരത്തെ ഹൈബി ഈഡന് വേണ്ടി പ്രചാരണം നടത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു KV തോമസ് ഡൽഹിയിൽ വെച്ച് പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് നേതാക്കൾ ഇടപെട്ട് KV തോമസിനെ അനുനയിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ KV തോമസ് നാട്ടിലേക്ക് എത്തുകയും പിന്നീട് പ്രചാരണ രംഗത്ത് സജീവമാകാനും തീരുമാനിച്ചത്. ഇതിനിടെ എറണാകുളത്ത് ഹൈബി ഈഡനെതിരെ മത്സരിക്കാൻ സരിത നായരും ഇന്ന് രംഗത്തെത്തുകയുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അപേക്ഷ വാങ്ങാനായി സരിത നായർ ഇന്ന് എറണാകുളം കളക്ടറേറ്റിൽ എത്തുകയുണ്ടായി. ഈ മത്സരത്തെക്കുറിച്ച് സരിത പറഞ്ഞത് കോൺഗ്രസ് എത്രത്തോളം സ്ത്രീ വിരുദ്ധമാണ് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഹൈബി ഈഡനെതിരെ മത്സരിക്കുന്നത് എന്ന് സരിത നായർ പറയുകയുണ്ടായി. ഇദ്ദേഹം എന്ത് കേസിനാണ് FIR ഇട്ട് നിയമ നടപടി നേരിടാൻ പോകുന്നത്? കോൺഗ്രസിനകത്ത് ഇതൊരു നിത്യ സംഭവമാണ്. കുറെ ലേഡീസിനെ അവരുപയോഗിക്കുക, അതിനുശേഷം അവരെ കറിവേപ്പില പോലെ കളയുക. ഏതായാലും ഏപ്രിൽ ആദ്യ വാരം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി താൻ എത്തും എന്നും സരിത നായർ ഇന്ന് പറയുകയുണ്ടായി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവന്റെ 3ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. തുറന്ന വാഹനത്തിലായിരുന്നു പൊതുപര്യടനം. വൈക്കം മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലും പര്യടനം ഇന്ന് പൂർത്തിയാക്കി. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് നൽകുന്ന റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ ചൂട് എങ്ങും ആവേശം അലതല്ലുന്ന തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവന്റെ തുറന്ന ജീപ്പിലുള്ള പര്യടനം ആരംഭിച്ചു.
വൈക്കം മണ്ഡലത്തിലായിരുന്നു പ്രധാനമായും പര്യടനം ആരംഭിച്ചത്. വൈക്കത്തെ കൈപ്പുഴയിൽ നിന്നായിരുന്നു ഇന്ന് രാവിലെ പര്യടനം ആരംഭിച്ചു. തുടർന്ന് വെച്ചൂർ, തലയാഴം, ഉദയനാപുരം, ടി.വി.പുരം എന്നീ പഞ്ചായത്തുകളിലും വൈക്കം മുനിസിപ്പാലിറ്റിയിലടക്കം 90 കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചത്. എവിടെയും ആവേശം നിറയുന്ന ഒരു സ്വീകരണം തന്നെയായിരുന്നു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. 90 കേന്ദ്രങ്ങളിലായിരുന്നു സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. എല്ലായിടത്തും ന്യൂജൻ വോട്ടർമാരടക്കം എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. മാത്രവുമല്ല, യുവാക്കൾ വളരെയധികം ആവേശത്തോടു കൂടിയായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. വൈക്കത്ത് എവിടെയും ഇത് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പ്രചരണ രംഗത്ത് ലഭിക്കുന്ന ഈ ആവേശകരമായിട്ടുള്ള സ്വീകരണത്തിൽ വലിയ ഒരു വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ നമ്മോട് പങ്കുവച്ചത്. നിശ്ചയമായും 7ാമത്തെ അട്ടിമറി വിജയം കോട്ടയത്ത് നേടാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന്റെ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുങ്ങി വന്നിരിക്കുന്നു. ഉറപ്പായി വിജയം എന്നതാണ് പൊതുവിലുള്ള സ്ഥിതി. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാകട്ടെ നാളെ ഉച്ചയ്ക്ക് 12:30 തന്നെ നാമനിർദ്ദേശ പത്രിക കളക്ടറിലെത്തി സമർപ്പിക്കും. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ 2ാം ഘട്ട പ്രചരണത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നത്. അതിനു മുന്നോടിയായി തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിലെത്തി പ്രമുഖരെ കാണുകയും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാകട്ടെ ഏപ്രിൽ 2 രാവിലെ 10 മണിയോടുകൂടി തിരുനക്കരയിൽ നിന്നും വലിയൊരു പ്രകടനവുമായി എത്തിയാണ് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. NDA സ്ഥാനാർത്ഥി PC തോമസും ഏപ്രിൽ 2 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് സമയത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണ ചൂട് വളരെയധികം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ ആഘോഷത്തിന് വഴിമാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വളരെ വിജയപ്രതീക്ഷയോടുകൂടി തന്നെ വിവിധ വീടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും നഗരത്തിലെ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന പ്രഖ്യാപനങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ലഘുലേഖകളടക്കം വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഓരോ പ്രവർത്തകരും. വലിയ ആവേശത്തിലേക്കാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി MM മണി ഉൾപ്പെടെ പ്രമുഖരോടൊപ്പം എത്തിയായിരുന്നു ജോയ്സ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിലേക്ക്. സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് CPIയുടെ പൈനാവിലുള്ള ജില്ലാ ഓഫീസിലെത്തിക്കൊണ്ടാണ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും അവിടെ നിന്ന് പണം ശേഖരിക്കുകയും ചെയ്തത്. മ്ലാമലയിലുള്ള പിരമിഡ് നിയമസഭാ മണ്ഡലത്തിലുള്ള മ്ലാമല എന്ന മലമുകളിലുള്ള തോട്ടം തൊഴിലാളികളാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കെട്ടിവെക്കാനുള്ള 25,000 രൂപ നൽകിയത്. മ്ലാമലയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ അവിടെ മലമുകളായതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ യുവതീ യുവാക്കൾക്കൊന്നും തന്നെ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നാൽ ജോയ്സ് ജോർജ് അത്തരത്തിലുള്ള അവരുടെ ആവശ്യം പരിഗണിക്കുകയും അവിടേക്ക് റോഡ് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് വളരെ സുഖമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിന്റെ ഒരു നന്ദി ആയിക്കൊണ്ടാണ് മ്ലാമലയിലെ തോട്ടം തൊഴിലാളികൾ ഈ ഫണ്ട് രൂപീകരിക്കുകയും അവരെ സ്വരൂപിച്ചുകൊണ്ട് പണം പിരിച്ചെടുത്തുകൊണ്ട് 25,000 രൂപ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പിന്റെ കെട്ടിവെക്കാനുള്ള തുക അവർക്ക് നൽകുകയും ചെയ്തത്. ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞത് നല്ല ശുഭപ്രതീക്ഷയാണ് ഉള്ളത് എന്ന് തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ വലിയ മേൽക്കൈ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം ഓരോ വോട്ടർമാരെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നത്. നമ്മൾ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആൾക്കൂട്ടങ്ങളുടെ പേരിൽ നടത്തുന്ന ഒരു പ്രചരണ പരിപാടിയല്ല, മറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ എണ്ണി പറയാൻ പറ്റുന്ന ഓരോ വോട്ടറെയും ബാധിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും വികസനങ്ങളും ഉണ്ട്. അത് ഓരോരുത്തരിലേക്കും എത്തിച്ചുകൊണ്ട് അവരെ ആ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെടുത്തി ആ ആളുകൾ നമ്മളോടൊപ്പം പൂർണ്ണമായും നിർത്തുന്ന വളരെ ചിട്ടയായ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണയോടുകൂടെ തന്നെയാണ് ജോയ്സ് ജോർജ് മുന്നേറുന്നത്. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. അതേസമയം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണം 2ാം ഘട്ടത്തിലാണ്. ഇന്ന് അടിമാലി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള BDJSന്റെ ബിജു കൃഷ്ണൻ ഇന്ന് തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിച്ചത്. തൊടുപുഴയിലായിരുന്നു ഇന്ന് മണ്ഡലം കൺവെൻഷൻ നടന്നത്. BJPയുടെയും അതോടൊപ്പം തന്നെ NDAയുടെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു. ഏതായാലും 3 മുന്നണികളും ശക്തമായിട്ടുള്ള പ്രചാരണവുമായിക്കൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ മുന്നേറുന്നത്. മധ്യ കേരളത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മലബാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി മേഘ മാധവൻ ചേരും. വടക്കൻ കേരളത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യം തന്നെയായിരുന്നു ഇന്ന് ദേശീയ രാഷ്ട്രീയവും ഒപ്പം കേരളവും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം. എന്നാൽ
ഉമ്മൻചാണ്ടി ഇന്ന് രാവിലെ വ്യക്തമാക്കിയത് രാഹുൽ മത്സരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയായിരുന്നു. സ്ഥാനാർത്ഥിയെ നിർണയിക്കാത്തത് കാരണം വയനാട് DCCയിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പുകയുന്നത്. ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് KR ചേരുന്നു. ദക്ഷിണേന്ത്യയിലെ കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടത്. അത് എന്നാൽ ഏറെ ആഘോഷമാക്കിയത് കോൺഗ്രസ് കേരള ഘടകമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുമെന്ന രീതിയിലുള്ള പ്രചാരണമാണ് നേതാക്കൾ പ്രകടിപ്പിച്ചത്. എന്നാൽ ആ ആത്മവിശ്വാസത്തിൽ നിന്നും ആവേശത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പിന്മാറുകയാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. നേരത്തെ തന്നെ ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഉമ്മൻചാണ്ടി തന്നെ നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുമെന്ന വാർത്ത തന്റെ നേരത്തെ പ്രതികരണം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. രാഹുൽ ഗാന്ധി ആദ്യം മുതലേ 2 സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അംഗീകാരമാണ് ഇനി കിട്ടേണ്ടതായിട്ടുള്ളത്. തീരുമാനം രാഹുൽജിയുടെയാണ്. അദ്ദേഹം തീരുമാനം എടുക്കണമെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹം പാറ്റ്നയിലായിരുന്നു. അദ്ദേഹം വരാൻ വൈകി. പക്ഷേ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രൂപ്പ് പോര് പാരമ്യത്തിലെത്തിച്ച വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതോടെ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. ജില്ലാ നേതൃത്വം തന്നെ ഇതിനെതിരെ രംഗത്തെത്തുന്നു. രാഹുൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തിയില്ലെങ്കിൽ അത് സംസ്ഥാനത്താകെ ബാധിക്കുമെന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ തന്നെ പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത് ഘടകകക്ഷികളിലും UDF ഘടകകക്ഷികളിലും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇന്ന് പരസ്യമായി അതിനെതിരെ രംഗത്തെത്തി. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവണമെന്നുള്ളൊരു ആവശ്യം അവർ UDFൽ ഉന്നയിക്കുവാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധി പിന്മാറുകയാണെങ്കിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്നുള്ളത് മറ്റൊരു തലവേദനയായി UDFനെ കുഴക്കുകയാണ്. കാരണം സിദ്ദിഖ് നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ മണ്ഡലത്തിലെത്തി പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരുന്നു. ഗ്രൂപ്പിന് സിദ്ദിഖ് സ്ഥാനാർത്ഥിയായി എത്തുന്നതിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുമെന്നുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഇത് ഏറെ ആഘോഷിച്ചതും ഗ്രൂപ്പാണ്. ഏതായാലും സിദ്ദിഖോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഗ്രൂപ്പ് ഏത് രീതിയിൽ അതിനോടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സാധ്യത മങ്ങി മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് UDF ചർച്ചകൾ വീണ്ടും നീളുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ തന്റെ 3ാം വട്ട പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. നാളെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണ പരിപാടികൾ നടത്തുക. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രിയും ഇന്ന് പ്രചാരണത്തിന് പല കേന്ദ്രങ്ങളിലായി ഇറങ്ങി. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ജോസഫ് ചേരുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ 3ാം വട്ട പര്യടനം പൂർത്തിയാകാൻ പോകുകയാണ്. പൊതു സ്വീകരണ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ സതീഷ് ചന്ദ്രൻ നടത്തുന്നത്. നേരത്തെ 2 വട്ടം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചിരുന്നു. നാളെ മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ 3ാം വട്ട പര്യടനം അവസാനിക്കുന്നത്. മറ്റന്നാൾ 30-ാം തീയതി KP സതീഷ് ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഏപ്രിൽ 3-നും BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ 4-ാം തീയതിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്ന് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു പര്യടനം നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകിയത്. നട്ടുച്ച നേരത്തും വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വലിയ ആവേശത്തോടുകൂടിയാണ് KP സതീഷ് ചന്ദ്രനെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ആളുകൾ സ്വീകരിക്കുന്നത്. നാളെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അദ്ദേഹം പര്യടനം നടത്തും. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ ഇന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ്പ മണ്ഡലത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലും പര്യടനം നടത്തി. രാവിലെ അദ്ദേഹം മംഗലാപുരം ബിഷപ്പിനെ സന്ദർശിച്ച് ആശീർവാദം നേടിയിരുന്നു. പ്രചാരണത്തിന്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് LDFന്റെ വലിയൊരു മേൽക്കൈ തന്നെയാണ്. LDFന്റെ അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFന്റെ ഈ നേട്ടത്തിന് കാരണം തന്നെ. മണ്ഡലത്തിലാകെ പ്രചാരണ ബോർഡുകളും ബാനറുകളും ചുമരെഴുത്തുകളും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ഇനിയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. LDF വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CPI നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത്
ആവേശകരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന് അകത്താകെ ചുമരെഴുത്തായാലും മറ്റു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. ഏപ്രിൽ മാസം ആദ്യത്തോടെ LDF-ന്റെ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിനെത്തും. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ 2 വട്ടം കൂടി പൊതുസ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. ഏപ്രിൽ 20 കൂടിയാണ് LDF സ്ഥാനാർത്ഥിയുടെ പൊതുപ്രചാരണ പരിപാടികൾക്ക് സമാപനമാകുക. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും പ്രചാരണം സജീവമായി നടക്കുകയാണ്. LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ നഗരപ്രദേശങ്ങളിലാണ് ഇന്ന് കൂടുതലായി പ്രചാരണത്തിന് ഇറങ്ങിയത്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പ്രചരണം നടത്തി. അതേസമയം BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ജാമ്യം ലഭിച്ചില്ല എന്ന വാർത്തയും റിമാൻഡിലായതും ഇന്ന് കേരളം ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നു. കടുത്ത വേനൽ ചൂടിലും കടുത്ത മത്സരമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇരു സ്ഥാനാർത്ഥികളും UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ പ്രധാനമായും അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 3ാം ഘട്ട പര്യടനത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. വാഹന പര്യടനമായിരുന്നു ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമായും വികസനം തന്നെയാണ് മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി MK രാഘവനും കോഴിക്കോട് പല മണ്ഡലങ്ങളിലായി ആദ്യഘട്ട പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹവും താൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള രീതിയിലാണ് പര്യടനത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നാടിന്റെ 10 വർഷമാണ്, നന്മയുടെ 10 വർഷമാണ്, നേട്ടങ്ങളുടെ 10 വർഷമാണ്. ആരോഗ്യരംഗത്ത്, റെയിൽവേ രംഗത്ത്, അതുപോലെ നാഷണൽ ഹൈവേയുടെ രംഗത്ത് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന രംഗങ്ങളെല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇരു സ്ഥാനാർത്ഥികളെയും സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഈ കടുത്ത വേനൽ ചൂടിലും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ UDF സ്ഥാനാർത്ഥി പറയുന്ന പ്രചരണങ്ങളൊക്കെ തന്നെ വികസനം നടത്തി എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അത് പൊള്ളയായ പ്രചരണങ്ങളാണ് എന്ന് തുറന്നു കാട്ടിക്കൊണ്ടാണ് A പ്രദീപ് കുമാർ ഇപ്പോൾ മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാഴായി പോയ 10 വർഷങ്ങളാണ്. ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും അടിസ്ഥാനമില്ല. അതേസമയം BJP സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്നുണ്ട്. ഈ പ്രചരണം ഒരു പേരിന് മാത്രം എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ ആകെ തന്നെ ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ന് ഉണ്ടായ ഒരു പ്രധാന സംഭവം BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെ റാന്നി കോടതി ശബരിമല കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ 3 മുന്നണികളും തമ്മിൽ പ്രധാനമായും 2 മുന്നണികൾ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ വലതുപക്ഷ മുന്നണിയും തമ്മിലുള്ള കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്തിന് ഇത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പ്രചാരണങ്ങൾ കൂടുതൽ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.